ആമയിഴഞ്ചാൻ തോടടക്കമുള്ള ജലാശയങ്ങൾ മാലിന്യവാഹികളായി മാറിയതിന് പിന്നിൽ കയ്യേറ്റങ്ങൾക്കും വലിയ പങ്ക്. അനധികൃത കയ്യേറ്റം മൂലം ആമയിഴഞ്ചാൻ തോടിൻ്റെ വീതി പലയിടത്തും 4/1 കുറഞ്ഞു. കയ്യേറ്റക്കാർക്ക് നഗരസഭ ഒത്താശ ചെയ്യുന്നുവെന്നാണ് BJPയുടെ ആരോപണം. അതേസമയം ആമയിഴഞ്ചാൻ തോട്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ കൊതുകടക്കമുള്ള രോഗകാരികളായ ജീവികൾ പെരുകുന്നത് തടയാനും സംവിധാനമില്ല. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, കയ്യേറ്റം അതൊരു പ്രധാന ഘടകം ആണ്. കയ്യേറ്റത്തെ തുടർന്നാണ് ഈ തോടിൻ്റെ വീതി ഒക്കെ കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മാലിന്യങ്ങൾ ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്നതും മാലിന്യമല രൂപം കൊണ്ടതും ഈ കയ്യേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്താണ് രശ്മി വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, വെള്ളയമ്പലത്തിൽ നിന്നാണ് ആമയിഴഞ്ചാൻ തോട് അത് ആരംഭിക്കുന്നത്. അതിന്റെ ഉത്ഭവം അവിടെ നിന്നാണ്. അവിടെ നിന്ന് രാജാജി നഗർ ഭാഗത്തേക്കൊക്കെ, ചെങ്കൽച്ചൂള ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ അതിന്റെ വീതി എന്ന് പറയുന്നത് 4/1 കുറയുന്ന ഒരു കാഴ്ചയാണ്. പലയിടങ്ങളിലും വലിയ വീതി നമുക്ക് കണ്ണമൂല ഭാഗത്തേക്ക് എത്തുമ്പോഴൊക്കെ ആമയിഴഞ്ചാൻ തോടിനെ കാണാൻ കഴിയും. പക്ഷേ ഈ പലയിടങ്ങളിലേക്ക് എത്തുമ്പോൾ അത് 4/1 കുറയുന്നുണ്ട്. അവിടെയൊക്കെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇതിനെതിരെ കൃത്യമായി നടപടി സ്വീകരിക്കേണ്ടവർ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. നഗരസഭ ഉൾപ്പെടെ CPM അനുകൂലികൾക്ക് പലർക്കും ഇത്തരത്തിൽ ഒത്താശ നൽകി അനധികൃത കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അത് അവിടേക്ക് എത്തിയതിനു ശേഷം സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെ നൽകുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു നടപടികളും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ തോടിന്റെ പലയിടങ്ങളിലും പാർശ്വഭിത്തികൾ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെ പാർശ്വഭിത്തികൾ കൃത്യമായി കെട്ടിയിട്ടില്ലാത്തതും ഈ അനധികൃത കയ്യേറ്റങ്ങളും ഒക്കെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതിനൊരു കാരണങ്ങളാണ്. ഇപ്പോൾ സബ് കളക്ടറെ അധ്യക്ഷയായി സമിതി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ നടപടികൾ പോകുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള, അതായത് ഈ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും പാർശ്വഭിത്തികൾ സംരക്ഷിക്കപ്പെടുന്നതിനും ഒക്കെ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നതിനും ഈ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് ഒരു പ്രധാന കാരണമാണ് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം മെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഒരു വേസ്റ്റിൽ ഉള്ളത്. ഈ ചട്ടം അനുസരിച്ച് മെഡിക്കൽ മാലിന്യങ്ങൾ 48 മണിക്കൂറിനകം സംസ്കരിക്കണം എന്നുള്ളതാണ് നിയമം. കാരണം അതിൽ കൂടുതൽ സമയം ഈ മെഡിക്കൽ മാലിന്യങ്ങൾ കിടക്കുകയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഈ ആമയിഴഞ്ചാൻ തോടിൽ അന്ന് ആ ദിവസം വൃത്തിയാക്കിയ സമയത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് മെഡിക്കൽ മാലിന്യങ്ങൾ, അതായത് ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ, ഷുഗർ വന്ന പേഷ്യൻസിന്റെ ശരീരഭാഗങ്ങളൊക്കെ മുറിച്ചു കളയാറുണ്ട്. അത്തരത്തിലുള്ള ശരീര അവശിഷ്ടങ്ങളുണ്ട്. മാത്രമല്ല, മെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇതിലുള്ളത്. പല വൻകിട കെട്ടിടങ്ങളിൽ നിന്നുള്ള ഡ്രെയിനേജിന്റെ കണക്ഷൻ പോലും ആമയിഴഞ്ചാൻ തോടിലേക്കാണ്. മാത്രമല്ല, ഇത്തരത്തിൽ അറവ് മാലിന്യങ്ങൾ, ഈ എല്ലാ വേസ്റ്റുകളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വഴിവെക്കും. നിലവിൽ തന്നെ 11-ലധികം പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത്. അത് ഒരു ദിവസം തന്നെ പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം 10,000-ലധികമാണ്. 11,000-ലൊക്കെ അധികമാണ്. ഡെങ്കിപ്പനി, H1N1, വെസ്റ്റ് നൈൽ പനി, മലേറിയ, മലമ്പനി, ഇത്തരത്തിൽ കോളറ, പല തരത്തിലുള്ള പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്നു. മരണനിരക്ക് വർദ്ധിക്കുന്നു. ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ ബാധിച്ച് കഴിഞ്ഞ ദിവസവും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെസ്റ്റ് നൈൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മാലിന്യം തന്നെയാണ്. ആ മാലിന്യം നീക്കം ചെയ്യാത്തതാണ് കാരണം. ഇപ്പോൾ ഈ മാലിന്യം നീക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധി വിഷയത്തിലും ഇടപെടണം എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ഒരു ആവശ്യം. മാത്രമല്ല, ഈ അനധികൃത കയ്യേറ്റങ്ങളും പാർശ്വഭിത്തികൾ സംരക്ഷിക്കപ്പെടാത്ത വിഷയത്തിലും സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണം എന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം. അനിൽ, ആമയിഴഞ്ചാൻ തോടടക്കമുള്ള ജലാശയങ്ങൾ മാലിന്യവാഹികളായി മാറിയതിന് പിന്നിൽ കയ്യേറ്റങ്ങൾക്കും വലിയ പങ്ക്. അനധികൃത കയ്യേറ്റം മൂലം ആമയിഴഞ്ചാൻ തോടിൻ്റെ വീതി പലയിടത്തും 4/1 കുറഞ്ഞു. കയ്യേറ്റക്കാർക്ക് നഗരസഭ ഒത്താശ ചെയ്യുന്നു എന്നാണ് പ്രധാന ആരോപണം. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.